തനിക്കുള്ളവരെ അറിയുന്ന പരിശുദ്ധനായ ദൈവത്തെ ഞാൻ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. സ്തുതികൾക്കും മഹത്വത്തിനും നമ്മുടെ ദൈവം മാത്രം യോഗ്യനാകുന്നുവല്ലോ. തൻ്റെ തിരുരുധിരത്താൽ നമ്മെ വിലയ്ക്ക് വാങ്ങിയ, നമ്മുടെ പാപങ്ങളെ പോക്കിയ ദൈവകുഞ്ഞാടായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഉള്ള സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഇപ്പോൾ ഇതിൽ സംബന്ധിക്കുന്ന ബഹുമാന്യ കർത്താവിന്റെ ദാസന്മാർക്കും ദൈവമക്കൾക്കും ഇതിനുശേഷം പല മാധ്യമങ്ങളിലൂടെ ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിവാദനങ്ങൾ. ദൈവം നമ്മുടെ സങ്കേതമാണ്, ബലമാണ്. മുൻപേ ഓർപ്പിച്ചതുപോലെ നമ്മുടെ ഹൃദയത്തിന്റെ ഞരക്കങ്ങളെ ദൂരെ നിന്ന് ഗ്രഹിക്കുന്ന ഒരു ദൈവം. നമ്മൾ 7-ാം അധ്യായത്തിന്റെ, വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ മുദ്രയിടുന്നതിനെ സംബന്ധിച്ച് പഠിച്ചപ്പോൾ യെഹെസ്കേൽ 45-ാം അധ്യായത്തിൽ പോയിരുന്നു. അവിടെ മുദ്രയിടുവാനായിട്ട് ഒരു ദൂതനെ ദൈവം ഏൽപ്പിച്ചത് നമ്മൾ കണ്ടല്ലോ. അദ്ദേഹത്തോട് ദൈവം പറയുന്നത്, നഗരത്തിൽ, വിശുദ്ധ നഗരത്തിൽ, അതായത് യെരുശലേമിൽ നടക്കുന്ന സകല മ്ലേച്ഛതകളും നിമിത്തം ഞരങ്ങി നെടുവീർപ്പിട്ട് കരയുന്ന എൻ്റെ വൃതന്മാരുടെ നെറ്റിമേൽ. സ്തോത്രം. അപ്പോൾ യെരുശലേം എന്ന വിശുദ്ധ നഗരത്തിൽ നടക്കുന്ന മ്ലേച്ഛതകൾ, ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഹൃദയത്തിന്റെ സൈങ് ആൻഡ് ക്രൈങ്, നമ്മുടെ ഹൃദയത്തിന്റെ നെടുവീർപ്പുകൾ, നമ്മുടെ ഹൃദയത്തിന്റെ ഞരക്കങ്ങൾ ദൈവം അറിയുന്നു. ചിലപ്പോൾ ഭൗതികമായ യാതൊരു കാര്യങ്ങളും നമുക്ക് ഞരങ്ങാനും നെടുവീർപ്പിടാനും കാണുകയില്ല. വലിയ കുഴപ്പമില്ലാതെ നമ്മുടെ ആരോഗ്യവും സാമ്പത്തിക നിലകളും ഒക്കെ നടന്നു പോകുന്നുണ്ടാകാം. മറ്റ് എടുത്തു പറയത്തക്ക പ്രശ്നങ്ങൾ നമുക്ക് കാണില്ല എന്ന് വിചാരിച്ച് നാം ഞരക്കമില്ലാത്തവരാകരുത്, നാം ഞരങ്ങാത്തവരാകരുത്. നമ്മുടെ ഞരക്കം ദൈവത്തിന്റെ ഹൃദയത്തെ എന്താണോ ഞരങ്ങുമാറാക്കുന്നത് അതായിരിക്കണം. സ്തോത്രം. വാട്ട് പെയിൻസ് ദ ഹാർട്ട് ഓഫ് ഗാഡ് ഷുഡ് പെയിൻ അവർ ഹാർട്ട്സ് ടു. വാട്ട് ഹർട്ട്സ് ഗാഡ്സ് ഹാർട്ട്, വാട്ട് ബർഡൻസ് ഗാഡ്സ് ഹാർട്ട്, the same thing, the same should burden us, should hurt us. സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ ഹൃദയ വികാരം പേറുന്നവരായി നാം തീരണം. സ്തോത്രം. ദൈവം സന്തോഷിക്കുന്നതിൽ സന്തോഷിപ്പാൻ, ദൈവം ദുഃഖിക്കുന്നതിൽ ദുഃഖിക്കുവാൻ, ദൈവം ഇഷ്ടപ്പെടുന്നതിനെ ഇഷ്ടപ്പെടുവാൻ, ദൈവം സ്നേഹിക്കുന്നതിനെ സ്നേഹിക്കുവാൻ, ദൈവം വെറുക്കുന്നതിനെ വെറുക്കുവാൻ, സ്തോത്രം, നമുക്കും കഴിയണം. അതാണ് ദൈവത്തിന്റെ ഹൃദയത്തോടുള്ള താദാത്മ്യം. എങ്കിൽ മാത്രമേ നമുക്ക് ദൈവിക കൂട്ടായ്മ സാധ്യമാവുകയുള്ളൂ. സ്തോത്രം. If we practice this, then only we can have communion with God. As the Bible says, if two people are yoked together or united together, then only they can walk together. രണ്ടുപേർ ഒരുമിച്ചെങ്കിൽ മാത്രമേ ചേർന്ന് നടക്കാൻ സാധിക്കുകയുള്ളൂ. ആ ഒരുമ എന്ന് പറയുന്നത് ഈ പറയപ്പെട്ട ഒരുമയാണ്. സ്തോത്രം. ദൈവത്തിന്റെ ആഗ്രഹങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങളായി തീരുക, ദൈവത്തിന്റെ ലക്ഷ്യങ്ങൾ, സ്തോത്രം, നമ്മുടേതായിട്ട് നാം സ്വീകരിക്കുക. സ്തോത്രം.
ദൈവം സന്തോഷിക്കുന്നതിൽ സന്തോഷിച്ച് ആ പറഞ്ഞപ്പെട്ട കാര്യങ്ങളിൽ നാം മുൻപോട്ട് പോകുന്നെങ്കിലാണ് ദൈവവും നാം തമ്മിൽ ഒന്നായി തീരാൻ സാധിക്കുന്നത്. എങ്കിലാണ് നമുക്ക് ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കുവാനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ ദൈവത്തോട് നമുക്ക് കൂട്ടായ്മ ഉണ്ടാവുകയില്ല. സ്തോത്രം. ആ നിലകളിൽ മുൻപോട്ട് നമ്മുടെ വിശ്വാസത്തിന്റെ ചുവടുകൾ വയ്ക്കുവാൻ ദൈവം നമുക്കേവർക്കും കൃപയേകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആ ദൈവത്തിന്റെ അതേ ഹൃദയത്തെ പേറുന്ന വിശുദ്ധന്മാർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രവാസകാലത്തെ വിശുദ്ധന്മാരെ പോലെ ഇന്നും വിശുദ്ധന്മാർക്കിടയിൽ നടക്കുന്ന മ്ലേച്ഛതകളെക്കുറിച്ച് ഓർത്തും കണ്ടും ഞരങ്ങി ഞെരുങ്ങി നെടുവീർപ്പിട്ട് കരഞ്ഞ് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. ന്യൂനപക്ഷമായിരിക്കും, സാരമില്ല. അതാണ് ദൈവത്തിന്റെ ശേഷിപ്പ്. ആ ശേഷിപ്പിൽ നാമും ഉൾപ്പെട്ടവരാകേണ്ടതിന് കർത്താവ് നമുക്ക് അധികം കൃപ ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ കർത്താവിനോട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ കൂടെ ദൈവത്തിന് മഹത്വവും ദൈവമക്കൾക്ക് വന്ദനവും. നാം ദൈവവചനത്തിലേക്ക് തിരിയുന്നു. സ്തോത്രം. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചു വന്നത് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായമായിരുന്നു. 7-ാം അധ്യായത്തിന്റെ അവസാനത്തെ 3 വാക്യങ്ങളിൽ, 15, 16, 17 വാക്യങ്ങളിൽ രക്ഷിതഗണത്തിന്റെ അനുഗ്രഹീതമായ ഭാഗ്യകരമായ അനുഭവങ്ങളെക്കുറിച്ച് നാം കാണുകയുണ്ടായി. സ്തോത്രം. ഏറ്റവും അനുഗ്രഹീതമായ നില. സ്തോത്രം. അതിൽ 11 കാര്യങ്ങളാണ് നാം കണ്ടത്. ഒരിക്കൽ കൂടെ ആ വാക്യങ്ങളൊന്ന് വായിച്ച് നമുക്കിന്ന് ഉപസംഹരിക്കാം. Revelation chapter 7, 15 through 17. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുൻപിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ രാപകൽ അവനെ ആരാധിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും. ഇനിയും അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയുമില്ല. വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയുമില്ല. സിംഹാസനത്തിന്റെ മധ്യേയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. സ്തോത്രം. 11ഓളം കാര്യങ്ങൾ നമ്മൾ മിനിയാന്ന് തന്നെ ഈ ഭാഗത്തു നിന്നും കാണുകയുണ്ടായി. ചില കാര്യങ്ങൾ എടുത്തു പറയുകയായിരുന്നു നാം ഇന്നലെ. അതിൽ നാം കണ്ടു ഈ രക്ഷിതഗണത്തിന്റെ, അതിനിപ്പം ഈ കൂട്ടരാകട്ടെ അല്ല, കർത്താവിന്റെ സന്നിധിയിൽ ഇതിനു മുമ്പ് സഭയുടെ ഭാഗമായി ചേർക്കപ്പെട്ടവരാകട്ടെ, അവർക്കെല്ലാം ദൈവ സന്നിധിയിൽ കർത്താവിനോടൊത്തുള്ള നിത്യതയിൽ എത്തുന്ന എല്ലാവർക്കും ലഭിക്കുന്ന ഭാഗ്യകരമായ അനുഭവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കർത്താവിൻ്റെ അക്ഷരീയ സാന്നിധ്യത്തിൽ വസിപ്പാനുള്ള ഭാഗ്യം. അതേക്കുറിച്ചായിരുന്നു നാം കണ്ടത്. അവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുൻപിൽ ഇരിക്കുന്നതായിട്ട്. സ്തോത്രം. അവന്റെ ആലയത്തിൽ അവർ രാപ്പകൽ ആരാധിക്കുന്നതായിട്ട്. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കുന്നു. സ്തോത്രം. ഇതെല്ലാം നാം കണ്ടത് ദൈവ സാന്നിധ്യത്തിന്റെ സാമീപ്യത്തെയാണ്. സ്തോത്രം. ദ ഇമ്മനൻസി ഓഫ് ദ പ്രസൻസ് ഓഫ് ഗാഡ്. വളരെ അടുത്ത് അവർക്ക് അനുഭവിപ്പാൻ കഴിയുന്ന ദൈവ സാന്നിധ്യത്തെയാണ്. ആദാം ഹവ്വമാരുടെ പാപം നിമിത്തം അവർക്ക് നഷ്ടപ്പെട്ട ഏറ്റവും പ്രധാന സംഗതി ഈ ദൈവ സാന്നിധ്യമാണ്. ഇതിനെയാണ് തേജസ് നഷ്ടപ്പെട്ടു എന്ന് റോമർ 3:23
നാം വായിക്കുന്നത്. സ്തോത്രം. നാം നേരത്തെ കണ്ടിട്ടുണ്ട്, ആദാമും ഹവ്വയും ഒന്നും പ്രത്യേകിച്ച് വസ്ത്രമൊന്നും ധരിച്ചിരുന്നില്ല. ഉൽപ്പത്തി 2 അവസാന വാക്യത്തിൽ നാം കാണുന്നത് മനുഷ്യനും ഭാര്യയും, അതായത് ആദാമും ഹവ്വയും നഗ്നരായിരുന്നു എന്ന, ഇരുവരും നഗ്നരായിരുന്നു. സ്തോത്രം. സോ Genesis 2 last verse speaks about the dress, or what did the early parents, the first parents wore. So they were naked. അവർ നഗ്നരായിരുന്നു. They did not have clothes. ഒരു തരത്തിലുമുള്ള വസ്ത്രം അവർക്കുണ്ടായിരുന്നില്ല. എന്നാൽ എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്ന് പറയുന്നത്, സ്തോത്രം, ആത്യന്തികമായും ദൈവത്തിന്റെ സാന്നിധ്യം അവർക്ക് നഷ്ടപ്പെട്ടതിനെ കുറിച്ചാണ്. ഇന്നലെ നാം അത് കാണുകയുണ്ടായി. ദൈവം അവരെ ഏദനിൽ നിന്ന് പുറത്താക്കി, അവരെ ഇറക്കി വിട്ടു. അടുത്ത തലമുറയിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടെ ഭീകരമായിട്ടാണ് കാണുന്നത്. 4-ാമത്തെ അധ്യായത്തിൽ 13-14 വാക്യങ്ങളിൽ, അല്ലെങ്കിൽ 12 മുതൽക്കുള്ള വാക്യങ്ങളിൽ, Genesis 4:12 following, അവിടെ നാം കാണുന്നത് ഈ ഏദനിൽ നിന്നും ഇറക്കി വിടപ്പെട്ട മാതാപിതാക്കളുടെ മൂത്തപുത്രൻ കയീൻ ദൈവത്തോട് പറയുന്നത്, ഇന്ന് നീ എന്നെ നിന്റെ സന്നിധിയിൽ നിന്ന് ആട്ടിക്കളയുന്നു. അപ്പോൾ പാപത്തിന്റെ ഏറ്റവും വലിയ പരിണിത ഫലം ഇതാണ്, ദൈവസന്നിധിയിൽ നിന്ന് തള്ളപ്പെടുക. നമുക്ക് ആ ഒരു ഭയമുണ്ടോ? Do we have this fear? This fear of excommunication, casting out from the presence of God. ശരിയാണ്, നാം പാപം ചെയ്യുന്നില്ല, പാപം ചെയ്യാൻ നാം തിരഞ്ഞെടുക്കുന്നില്ല, ശരി തന്നെ. പക്ഷേ നാം പാപം ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തിന്റെ വചനം എന്ന വിത്ത് നമ്മിലുണ്ട്, പാപം ചെയ്യാൻ കഴിയുകയില്ലെന്നൊക്കെയുള്ള യോഹന്നാന്റെ ഭാഗങ്ങൾ അവിടെ കിടക്കട്ടെ, അതവിടെ നിൽക്കട്ടെ. അതല്ലാതെ ഞാൻ ചോദിക്കുകയാണ്, പാപം ചെയ്യാനായിട്ട് നാം ഭയപ്പെടുന്നത് എന്തുകൊണ്ടാ? പാപം ചെയ്യുന്നതിൽ നിന്നും നമ്മെ വിലക്കുന്ന ഏറ്റവും വലിയ ഭയം, സ്തോത്രം, എന്താണ്? Praise God. നിത്യത നഷ്ടപ്പെടുമെന്നുള്ള ഭയമുണ്ട്. നിത്യത നഷ്ടപ്പെടും. ദൈവം പാപത്തെ വെറുക്കുന്നതുകൊണ്ട്. പാപം ദൈവത്തോട് ഓക്കെ, ഡിസ്പ്ലഷർ ആണ്. ദൈവം പാപത്തെ വെറുക്കുന്നു. Because we do not want to grieve the heart of God. Praise God. അത് വളരെ അടുത്ത് നിൽക്കുന്നു. ദൈവസാന്നിധ്യം നഷ്ടപ്പെടുന്നു. ദൈവത്തോടുള്ള ശത്രുത്വമാണ്. സ്തോത്രം. ശരി, ഈ പറഞ്ഞതെല്ലാം തന്നെ ശരിയാ. ദൈവത്തോടുള്ള സ്നേഹം. സ്തോത്രം. ദൈവത്തോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ പാപം ചെയ്യാൻ കഴിയത്തില്ല. പാപം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പാപം ചെയ്യാൻ അവസരം ലഭിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടതായ ചിന്ത എന്ന് പറയുന്നത്, ഇത് ദൈവത്തിന്റെ സ്നേഹ ഹൃദയത്തെ വേദനിപ്പിക്കുന്നതാണെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്.
ഞാൻ ഒരിക്കൽ എവിടെയോ വായിച്ച ഒരു സംഗതി, സിൻ ഈസ് നോട്ട് ബ്രേക്കിംഗ് ഓഫ് എ കമാൻഡ്മെന്റ്, but rather wrecking of the loving heart of the loving Father. പാപം എന്നത് ഒരു കൽപ്പനാ ലംഘനമല്ല, അതിനേക്കാൾ ഉപരി സ്നേഹപിതാവിന്റെ സ്നേഹ ഹൃദയത്തെ ഉടച്ചു കളയുന്നതാണ്. സ്തോത്രം. നാം പാപം ചെയ്യുമ്പോൾ ദൈവത്തിന് ഹൃദയത്തിൽ കോപം, ഫ്യൂറിയേക്കാൾ ഉളവാകുന്നത് ഹട്ടിങ്, വേദനയാണ്, ഗ്രീവൻസ്, ഗ്രീഫാണ്. സ്തോത്രം. അതുപോലെ what is the utmost consequence? പാപത്തിന്റെ ഏറ്റവും ഭീകരമായ പരിണിത ഫലം എന്താണ്? മരണം. ദൈവ സാന്നിധ്യം നഷ്ടപ്പെടും എന്നുള്ളത്. ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുക എന്നുള്ളതാ. അതിനെയാണ് മരണമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത്. സെപ്പറേഷൻ ഫ്രം ഗാഡ്, ദ വെരി സോഴ്സ് ഓഫ് ലൈഫ്. ജീവന്റെ ഉറവിടമായ ദൈവത്തിൽ നിന്നുള്ള വേർപാട്, അതാണ് മരണം. അതിനെ അല്പം കൂടെ നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നതാണ് പാപത്തിന്റെ ഏറ്റവും ഭീകരമായ ഫലം ദൈവ സാന്നിധ്യത്തിന്റെ നഷ്ടമാണ്. ആ ഒരു പേടി നമുക്കുണ്ടോ? പാപം ചെയ്യുന്നതിൽ നിന്നും നമ്മെ തടയേണ്ടതായ രണ്ട് ഭയങ്ങളാണിത്. ഓ, എന്നെ സ്നേഹിക്കുന്ന ദൈവത്തെ ഞാൻ എങ്ങനെ വേദനിപ്പിക്കും? രണ്ട്, ഞാൻ അങ്ങനെ ദൈവ ഹൃദയത്തിന് വേദനയായാൽ എനിക്ക് ദൈവം തടയുന്ന വേറെ ബാക്കി കാര്യങ്ങളൊന്നും തടയത്തില്ല, മറ്റു കാര്യങ്ങളൊന്നും ദൈവം തടയത്തില്ല. എനിക്ക് ദൈവം തടയുന്ന, ദൈവം എനിക്ക് വിലക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്തായിരിക്കും? ദൈവത്തിന്റെ സാന്നിധ്യം തന്നെ ആയിരിക്കും, കർത്താവിന്റെ സാന്നിധ്യം തന്നെ ആയിരിക്കും. യോസെഫിന്റെ വാക്കുകൾ എന്നെ വളരെ വർഷങ്ങൾക്ക് മുമ്പേ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ എൻ്റെ ഹൃദയത്തെ സ്വാധീനിച്ചിട്ടുള്ളതാണ്. പോത്തിഫേറിന്റെ ഭാര്യയുമായി പാപം ചെയ്യുവാൻ അവസരം ലഭിച്ചപ്പോൾ യോസെഫ് പറയുന്ന ഒരു കാര്യം, ജെനസിസ് 39:9, ഉൽപ്പത്തി 39:9 വാക്യം. ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല. വായിച്ചോ സിസ്റ്റർ. സാലി സിസ്റ്റർ വായിച്ചോ. ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല. നീ അവന്റെ ഭാര്യയാകിയാൽ നിന്നെ അല്ലാതെ മറ്റ് യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്തത് എങ്ങനെയെന്ന് പറഞ്ഞു. അവസാനത്തെ പ്രയോഗമാണ് എൻ്റെ ഹൃദയത്തെ വളരെ സ്വാധീനിച്ചിട്ടുള്ളത്. ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ? അപ്പോൾ പാപം, ദോഷം വിതയ്ക്കുന്നത് ദൈവവും നാമും തമ്മിലുള്ള ബന്ധത്തിലാണ്. പലരും പാപം ചെയ്യാതിരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നന്മകൾ മുടക്കപ്പെടുമെന്നുള്ള ആശങ്ക കൊണ്ടാണ്. അല്ല, അതിനാ ഞാൻ പല സമയത്തും പറയുന്നത്, ദൈവം തന്റെ സന്നിധിയിൽ നിന്നും ആട്ടിക്കളഞ്ഞ കയീൻ കിഴക്കോട്ട് പോയി നല്ലൊരു പെണ്ണ് കെട്ടി, മക്കള് ജനിച്ചു. ആദ്യത്തെ പട്ടണം പണിതതും കയ്യനായിരുന്നു. ഹാനോക്ക് എന്നായിരുന്നു അതിൻ്റെ പേര്.
ഉൽപ്പത്തി 4:15 തൊട്ടുള്ള വാക്യങ്ങളിൽ ആ കാര്യങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ പാപം ചെയ്യാതിരിക്കുന്നത് ഇങ്ങനെയുള്ള ഭൗതികമായ കാര്യങ്ങളുടെ സംരക്ഷണത്തെ ഓർത്തിട്ടാകരുത്. സ്തോത്രം. ആരോഗ്യം ക്ഷയിക്കുമെന്നോ, ജോലി പോകുമെന്നോ, അപകടമുണ്ടാകുമെന്നോ, വണ്ടി പഞ്ചറാകുമെന്നോ, ഇതൊന്നുമല്ല. അയ്യോ, ദൈവവും ഞാനും തമ്മിലുള്ള ബന്ധത്തിന് വിടവ് സംഭവിക്കും. എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന, ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ദൈവത്തിന്റെ ഹൃദയത്തിനത് വേദനയാകും. എപ്പോഴും ഈ കാര്യം നാം ഓർത്തുകൊള്ളണം. അങ്ങനെ പാപം നിമിത്തം മനുഷ്യന് നഷ്ടമായ ദൈവ സാന്നിധ്യം യേശുക്രിസ്തുവിലൂടെ നമുക്ക് മടക്കി തരുന്നതാണ് നമ്മുടെ രക്ഷയുടെ ആദ്യത്തെ പടി. അതിനെ നിരപ്പെന്ന് വിളിക്കാം, സമാധാനമെന്ന് വിളിക്കാം. അതിനുവേണ്ടി അവൻ നമ്മെ നീതീകരിക്കുന്നു. അതിൻ്റെ പൂർണ്ണതയാണ്, അതിൻ്റെ പരമകാഷ്ഠയാണ് നമുക്ക് ഈ 7-ാം അധ്യായം വെളിപ്പാടിൽ കാണുവാൻ കഴിയുന്നത്. ദൈവത്തിന്റെ സാന്നിധ്യം 21:3 നാം അത് തന്നെ കാണുന്നു. വെളിപ്പാട് 22:3-4 വാക്യങ്ങളിലും നമുക്ക് അങ്ങനെ തന്നെ വായിക്കാം. ഇവിടെയെല്ലാം നാം കാണുന്നത് കർത്താവിന്റെ സന്നിധാനം. കർത്താവിന്റെ വാഗ്ദത്തവും അതാണല്ലോ, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, എന്നിട്ട് ഞാൻ വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കും. See, Christ will collect his saints unto himself. സ്തോത്രം. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട കാതലായ കാര്യം, നമ്മുടെ പ്രത്യാശയുടെ ഉൾക്കാമ്പാണത്. നേരത്തെയും നമ്മൾ വായിച്ചിട്ടുള്ള ഒരു ഭാഗം വായിക്കാതെ നിങ്ങൾക്കറിയാം. എഫേസ്യ ലേഖനം 5:25, 26, 27, Ephesians 5:25-27. അവിടെ നാം വായിക്കുന്നു, ദൈവസഭയെ തേജസ്സോടെ, ബാക്കി നിങ്ങൾക്കറിയാമല്ലോ, മുൻനിർത്തേണ്ടതിന്. ആർക്ക്? To himself. എനിക്ക് To himself. അതാണ് പ്രധാനപ്പെട്ടത്. ദൈവസഭയെ തേജസ്സോടെ തനിക്ക് താൻ മുൻനിർത്തേണ്ടതിന്. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. We are being preserved for Christ himself. വളരെ പ്രധാനപ്പെട്ടതാ. നമ്മുടെ ഇടയിൽ അധികം പ്രാധാന്യത്തോടെ കേൾക്കാത്ത, ഒരുപക്ഷെ നാം അധികം മനസ്സിലാക്കാത്ത, അല്ലെങ്കിൽ ഗൗരവമായി നാം കാണാത്ത ഒരു കാര്യമാണത്. സ്തോത്രം. കാണാത്ത ഒരു കാര്യമാണ്. 27-ാമത്തെ വാക്യത്തിലാണത് മലയാളത്തിൽ. ഇംഗ്ലീഷ് ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിരിക്കും. സ്തോത്രം. മീൻസ് 25, 26, 27 ആണ്. യേശുക്രിസ്തു നമ്മെ ശുദ്ധീകരിക്കുന്നത്, പണിയുന്നത്, തന്നെത്താൻ യേശു ക്രൂശിൽ സഭയ്ക്കു വേണ്ടി ഏൽപ്പിച്ചു തന്നത്, അവൾക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു തന്നു, അല്ലെങ്കിൽ ഏൽപ്പിച്ചു കൊടുത്തു. കണ്ടോ, സഭയ്ക്കു വേണ്ടി ക്രിസ്തു തന്നെത്താൻ കൊടുത്തു. എന്തിനു വേണ്ടിയാ? എന്തുദ്ദേശത്തോടുകൂടെ? സഭയെ തനിക്കു താൻ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന്. സ്തോത്രം. ആൻ എക്സ്ചേഞ്ച്. സ്തോത്രം. ഞാന് സെന്റ് അഗസ്റ്റിനെ കുറിച്ച്, അഗസ്റ്റിന്റെ ഒരു വാചകം ഞാൻ ഇങ്ങനെയാണ് വായിച്ചത്. സ്തോത്രം. ദൈവമേ, നീ ഞങ്ങളെ നിനക്കായി സൃഷ്ടിച്ചിരിക്കുന്നു, നിന്നിൽ ഞങ്ങൾ വിശ്രമം പ്രാപിക്കുന്നതുവരെയും ഞങ്ങളുടെ ആത്മാക്കൾക്ക് സ്വസ്ഥതയില്ല.
സ്തോത്രം. God, you have made us for yourself. Until and unless we reach in you, we are perplexed. Our souls have no rest at all. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? ദൈവം നമ്മെ ദൈവത്തിനായി സൃഷ്ടിച്ചിരിക്കുക. യേശുക്രിസ്തു തന്നെത്താൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. പ്രൈസ് ഗോഡ്. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. God chose us for himself. ദൈവം നമ്മെ ദൈവത്തിനായി സൃഷ്ടിച്ചെന്ന്, ദൈവം നമ്മെ ദൈവത്തിനായി തെരഞ്ഞെടുത്തുവെന്ന്, ദൈവം നമ്മെ ദൈവത്തിനായി വിളിച്ചുവെന്ന് നാം ഓർക്കണം. അതുകൊണ്ടാണ് ചില ഭക്തന്മാർ, ഒരാൾ മാത്രമേ അത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളൂ ഇതുവരെ, ചില ഭക്തന്മാർ പറയുന്നത്, ഒരു ചോദ്യം ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് അവർ ആറ്റിറ്റ്യൂഡ് ഓർ അവർ തോട്ട്? I am for God or God is for me? ഇതിലേത് ചിന്തയാണ് നമ്മിൽ കൂടുതലായിട്ട് ഭരിക്കുന്നത്? ഞാൻ ഉള്ളവൾ എന്നോ ദൈവം എനിക്കുള്ളവൻ എന്ന ചിന്തയോ? ഇതിലേതാ നമ്മിൽ കൂടുതൽ ആഴത്തിലുള്ളത്? ഞാൻ ദൈവത്തിനുള്ളത്. സ്തോത്രം. ആ ചിന്തയാണോ നമ്മെ ഭരിക്കുന്നത്? സ്തോത്രം. ജോച്ചനായിരുന്നു എന്തോ പറഞ്ഞു, കേട്ടില്ല ചാ? അങ്ങനെയാ വേണ്ടതെന്ന് പറയാ. തീർച്ചയായിട്ടും അങ്ങനെയാ വേണ്ടത്. പക്ഷെ പലപ്പോഴും നമുക്കുണ്ടാകുന്നത് അങ്ങനെയല്ല. പിന്നെ ദൈവം എനിക്ക് വേണ്ടിയുണ്ട്, എന്റെ കാര്യം നോക്കാൻ. ഞാൻ വീട് കൂട്ടി അവധിക്ക് പോകുമ്പം വീട് കാക്കാൻ ദൈവമുണ്ട്. ഞാൻ വണ്ടി ഓടിച്ച് റോങ് സൈഡിൽ കൂടെ പോയാലും പോലീസ് കാണാതെ, ക്യാമറ കാണാതെ തന്നെ കാക്കാൻ ദൈവം കൂടെ ഉണ്ട്. ദൈവം എനിക്ക് വേണ്ടി എന്ന ചിന്തയാണ് നമുക്കധികവും. പക്ഷേ വേണ്ടത് അല്ല, ഞാൻ ദൈവത്തിന് വേണ്ടിയാ. വിഷയം എന്താണെന്നറിയാമോ? ദൈവം നമുക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവത്തെ നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങും. ഞാൻ ദൈവത്തിനു വേണ്ടി എന്ന ചിന്ത വരുമ്പോൾ ദൈവത്തിന്റെ ആവശ്യങ്ങൾക്കും ദൈവത്തിന്റെ ഇഷ്ടങ്ങൾക്കുമായി ഞാൻ എന്നെ തന്നെ കൊടുക്കാൻ തുടങ്ങും. വ്യത്യാസം മനസ്സിലായോ? സ്തോത്രം. ഈ പ്രായോഗികത വെച്ച് ഒന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്ത ഇതിലേതാ കൂടുതൽ? സ്തോത്രം. നമ്മൾ ദൈവത്തെ നമ്മുടെ ഇഷ്ടങ്ങളുടെ, ഇംഗിതങ്ങളുടെ പൂർത്തീകരണത്തിനായിട്ട് ഉപയോഗിക്കുകയാണോ, അതോ ദൈവത്തിന്റെ ഇഷ്ടത്തിനായി നാം നമ്മെ തന്നെ വിട്ടുകൊടുക്കുകയാണോ? കർത്താവേ എന്നെ സമർപ്പിക്കുന്നു, എന്നെ പൊടിയോളം താഴ്ത്തുന്നെന്ന് പറയുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. പ്രായോഗികമായി, ഇൻ റിയാലിറ്റി. സ്തോത്രം. കർത്താവേ എൻ്റെ ആവശ്യങ്ങളെ നടത്തി തരണമേ. കർത്താവേ എൻ്റെ പ്രാർത്ഥനകളെ കേൾക്കണമേ. ഞാൻ അങ്ങോട് ചോദിച്ചത് അങ്ങനെക്ക് തരണമേ. ഇങ്ങനെ ദൈവത്തോട് നാം ചോദിക്കുകയാണോ, അതോ കർത്താവേ എന്നെ അങ്ങയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു, തെരഞ്ഞെടുത്തു, വിലയ്ക്ക് വാങ്ങി, അതുകൊണ്ടിതാ ഞാൻ എന്നെ തന്നെ അങ്ങയുടെ ഇഷ്ടത്തിനായി, അങ്ങയുടെ ഇംഗിതത്തിനായി, അങ്ങയുടെ ലക്ഷ്യങ്ങൾക്കായി, അങ്ങയുടെ ഉദ്ദേശങ്ങൾക്കായി ഞാൻ സമർപ്പിക്കുന്നു. സ്തോത്രം.
പ്രൈസ് ഗോഡ്. നാം ഇവിടെ കണ്ടല്ലോ 7-ാമത്തെ അധ്യായത്തിൽ, സ്തോത്രം, എന്താണ്? അവർക്ക് ഇനി വിശക്കയില്ല, ദാഹിക്കയില്ല, പിന്നെ അവർ പൂർണ്ണമായും തൃപ്തരായിരിക്കുന്നു. എന്താണ് കാരണം? ഇതാ കാരണം. ഇപ്പോൾ നമ്മൾ ചിന്തിച്ചതാ. നമ്മൾ ആർക്കായി സൃഷ്ടിക്കപ്പെട്ടുവോ അവങ്കലേക്ക് പൂർണ്ണമായും എത്തിച്ചേരുന്നു. സ്തോത്രം. അതോടുകൂടെ നാം തൃപ്തരായിത്തീരുന്നു. പ്രൈസ് ഗോഡ്. ഒരു കുഞ്ഞിന് അതിൻ്റെ അമ്മയെ കിട്ടിയാൽ മതി. പാല് കുടിച്ചില്ലേലും സാരമില്ല. വിശന്നായാലും അമ്മയുടെ മടിയിലോ തോളയിലോ കിടന്ന് കുഞ്ഞുറങ്ങിക്കോളും. അതിൻ്റെ കരച്ചിൽ നിൽക്കും. കളിപ്പാട്ടങ്ങളല്ല, അതിന് വേണ്ടത് കാഴ്ചകളല്ല, അതിൻ്റെ അമ്മയാ വേണ്ടത്. അമ്മയെ കിട്ടിയോ തൃപ്തനായി കുഞ്ഞ്. അതുവരെ അത് കരയും. ഇതുപോലെ നമ്മുടെ ഭൂമിയിലെ ഏറ്റവും വലിയ പ്രയാസം ഇതയാകാവൂ. എന്തേ? സ്തോത്രം. നമ്മുടെ ഭൗമജീവിതത്തിലെ, അതായത് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ ആകുലത എന്തായിരിക്കണം? To have Jesus and his presence. സ്തോത്രം. That should be the desire. The other side will be the anxiety. That's our longing to have Christ, his presence, to own him. See, Paul says in 2 Corinthians chapter 5, നമ്മൾ മുമ്പ് വായിച്ചിട്ടുണ്ട് 2 പ്രാവശ്യം, ഒന്നും കൂടെ വായിച്ചോളൂ. എൻ്റെ 7-ാം വാക്യമാണെന്നാണ് എൻ്റെ ഓർമ്മ. 2 കൊരിന്ത്യർ 5:7 എന്നാണ് എൻ്റെ ഓർമ്മ. കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിക്കുവാൻ അധികം ഇഷ്ടപ്പെടുന്നു. 6-ാം വാക്യം, സോറി, 6-ാമത്തെ വാക്യം. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോടാകുന്നു പരദേശികളായിരിക്കുന്നെന്ന് അറിയുന്നു. ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന് പരദേശികൾ ആയിരിക്കുന്നു. ഭൂമിയിൽ ശരീരത്തിൽ നമ്മൾ വസിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ദുഃഖം, നമ്മുടെ ഏറ്റവും വലിയ ആശങ്ക, നമ്മുടെ ഏറ്റവും വലിയ നിരാശ ഇതയാകാവൂ. എന്തേ? കർത്താവിൽ നിന്നും ഞാൻ അകന്നാണ് കഴിയുന്നത്. അക്ഷരീയമായ അകൽച്ചയാണത് കേട്ടോ. ആത്മീയമായി കർത്താവിനോടുള്ള കൂട്ടായ്മയിലാണ്. പക്ഷേ ശരീരം കൊണ്ട് നമ്മൾ ഇങ്ങ് ഭൂമിയിലും, കർത്താവ് അങ്ങ് സ്വർഗത്തിലും. സ്തോത്രം. അക്ഷരീയമായ സാന്നിധ്യം നമുക്കിവിടെ അനുഭവിക്കുവാൻ കഴിയുന്നില്ല. ഇത് നമ്മുടെ ആശങ്കയായിരിക്കണം. സ്തോത്രം. നമ്മളൊക്കെ കാണുമ്പോൾ ചോദിക്കും, എന്തുകൊണ്ട് വിശേഷം, എങ്ങനെയൊക്കെ ഉണ്ട്? സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. പക്ഷെ സത്യസന്ധമായി നമുക്ക് ഈ ഒരു ഫീലിംഗ്, ഈ ഒരു തോന്നൽ, ഈ ഒരു അനുഭവം ഉണ്ടാകണം. കർത്താവിൽ നിന്നും അകന്നാണ്, കർത്താവിൽ നിന്നും അകന്ന. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഇപ്പോൾ തന്നെ ഞാനത് കൂടുതൽ ഒരുപക്ഷെ നിങ്ങളെക്കാൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ആയിരിക്കുന്നു ഏതാനും നാളുകളിലേക്ക്.
എന്നാലും വന്ന അന്ന് തൊട്ട് ഞങ്ങൾ ഹിന്ദിയിൽ പറയും ഉൾട്ടി ഗിന്തി ശുരു ഹെ, യ ഉൾട്ട ഗിന്ന ശുരു ഹെ. തിരിച്ചെണ്ണാൻ തുടങ്ങി. 65 ദിവസം. ഇനി 64, ഇനി 63. പുറകോട്ടെണ്ണ. ഇനി എത്ര ദിവസം കൂടെ ഉണ്ട്? ഒക്കെ കൗണ്ട് ഡൗൺ. സ്തോത്രം. കൗണ്ടിങ് ഡൗൺ ദ ഡേയ്സ്. വെയിൽ കൊള്ളണ്ട, കാറ്റടിക്കണ്ട, പൊടിയടിക്കണ്ട, ഒക്കെ സുഖ. പക്ഷേ away from home, സ്വഭവനത്തിൽ നിന്ന്, നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നവരിൽ നിന്ന് അകന്നു കഴിയുക. ബാക്കിയൊക്കെ സന്തോഷ. എങ്കിൽ കൂടെ ഇതുപോലെ നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ വചനത്തിലൂടെ ആത്മാവിൽ ഒക്കെ നമുക്ക് കർത്താവിനെ കാണാം, അറിയാം, സാന്നിധ്യം അനുഭവിക്കാം, ശബ്ദം കേൾക്കാം, സ്പർശം അനുഭവിക്കാം. ഒക്കെ ശരിയാണെങ്കിലും പൗലോസ് പറയുന്ന ഈ വാക്കുകളുടെ ആഴം, അതിന്റെ ഘനത്തോടെ, വിത്ത് ദാറ്റ് വെയിറ്റ്, ആസ് പോൾ സേസ് ഇൻ 2 Corinthians 5:6, അത് നമ്മൾ തിരിച്ചറിയണം. അത് നാം അനുഭവിക്കുന്നവരാകണം. വെറുതെ വാക്യമെടുത്ത് പറയാൻ നമുക്ക് പറ്റും. ഇനിയിപ്പോ നാളെ ചോദിക്കുക, അല്ലെ ഇന്ന് യോഗം കഴിഞ്ഞിട്ട് ചോദിക്കുക, എങ്ങനെയൊക്കെയുണ്ട് ബാബുങ്കിളെ? ബാബുങ്കിള് വേണമെങ്കിൽ ഈ വാക്യം വെറുതെ ഉദ്ധരിക്കാം. എന്നോട് ചോദിക്കുക, എങ്ങനുണ്ട്? അതല്ല, പക്ഷെ ഇത് നമ്മുടെ അനുഭവമാകണം. സ്തോത്രം. എപ്പോഴാ അങ്ങനെ അനുഭവിക്കാൻ പറ്റുക? when we long earnestly for the very literal presence of God. സ്തോത്രം. അപ്പോൾ ദൈവം നമ്മെ തനിക്കായി സൃഷ്ടിച്ചു, തനിക്കായി തന്നെ നമ്മെ തിരഞ്ഞെടുത്തു. സ്തോത്രം. തനിക്കായി തന്നെ നമ്മെ സൂക്ഷിക്കുന്നു. പ്രൈസ് ഗാഡ്. യൂദാ 1ഉം 2ഉം വാക്യങ്ങൾ, 2ാം വാക്യത്തിലാണ് അതിന്റെ തുടർച്ച 1ാം വാക്യം തൊട്ടായതുകൊണ്ട് 1ഉം 2ഉം വാക്യങ്ങൾ വായിച്ചാട്ടെ. ജൂഡ് വേഴ്സസ് 1 and 2. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദാ, പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്, നിങ്ങൾക്ക് കരുണയും മതി, അത്ര മതി. അവിടെ നമ്മളെ യൂദാ പരിചയപ്പെടുത്തുന്നു. ഹൂ വി ആർ, നാം ആരാണെന്ന് പറയുന്നു. അതിൽ ഒരു ഘടകമാണ് kept safe for Jesus Christ or preserved for Jesus Christ. യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെടുന്നവർ നമ്മുടെ ഒരു ഐഡന്റിറ്റി ആകട്ടോ. നാം ആരാണെന്നുള്ളതിന്റെ ഒരു തെളിവ്, അല്ലെങ്കിൽ നാം ആരാണ് എന്നതിനെ കുറിച്ച് ബൈബിൾ പറയുന്ന പല കാര്യങ്ങളിൽ ഒന്നാണ് നാം യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെടുന്നവരാണ്. We are being preserved, kept safe, set apart for Christ. യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെടുന്നവർ വേറെ ആർക്കും വേണ്ടിയല്ല, വേറെ ഒന്നിനും വേണ്ടിയല്ല. ഫോർ ക്രൈസ്റ്റ്. സ്തോത്രം. അത് സംഭവിക്കുന്നത് എപ്പോഴാണ്? നാം കർത്താവിന്റെ രാജ്യത്തിൽ ചെല്ലുമ്പോഴാണ്. അതുവരെ നമുക്ക് വിശപ്പും ദാഹവും കഷ്ടവും സങ്കടവും ഒക്കെ ഉണ്ടാവും. അവിടെ ചെല്ലുന്നതോടുകൂടെ, കർത്താവിനെ പ്രാപിക്കുന്നതോടുകൂടെ നാം തൃപ്തരാകും. അതുവരെ നാം ഒന്നുകൊണ്ടും തൃപ്തർ ആകരുത്. സ്തോത്രം. പ്രൈസ് ഗാഡ്. We should not be content
with anything else. വേറെ യാതൊന്നും നമ്മെ തൃപ്തരാക്കരുത്. ആ ഒരു തൃപ്തി, സ്തോത്രം, ആ ഒരു തൃപ്തി മറ്റൊന്നും കൊണ്ടല്ല, ഏറെ നാളായി നാം ആഗ്രഹിച്ച കർത്താവിനെ തന്നെ പ്രാപിക്കുന്നത് കൊണ്ടാണ്. സ്തോത്രം. That is actually our environment. Our natural environment is God Himself. നമ്മുടെ സ്വാഭാവികമായ പരിസ്ഥിതി എന്ന് പറയുന്നത് ദൈവമാണ്. സ്തോത്രം. ഒരു പക്ഷിയെ പിടിച്ച് കൂട്ടിൽ അടച്ചിട്ടിരുന്നാൽ അതിന് സന്തോഷമില്ല. എന്നാൽ അതിനെ തുറന്നു വിട്ടേ, അനന്തവിഹായസിൽ അത് തൃപ്തയായിരിക്കും. A bird will be content in the air, as this air, the open air, is the natural environment for the bird. See the fish, മീന്, മത്സ്യം വെള്ളത്തിൽ നിന്നും പുറത്തെടുത്താൽ ചിലപ്പോൾ കൊച്ചു കുട്ടികൾ പറയും, അയ്യോ കണ്ടോ, ഇത്രയും നേരം അതിനെ വെള്ളത്തിൽ ഇട്ടിരുന്നിട്ട് അതിന് സന്തോഷമില്ലായിരുന്നു, വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്തപ്പം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നേ കണ്ടോ, പ്രാണവപ്രാളത്തില. കൊച്ചു കുട്ടികളൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. കാരണം വെള്ളത്തിൽ മാത്രമേ അതിന് ജീവിക്കാൻ പറ്റൂ. ചാകാൻ തുടങ്ങുന്ന ഒരു മത്സ്യത്തെ വെള്ളത്തിലേക്ക് എടുത്തിട്ട് തൃപ്തിയായി. ഇതുപോലെ ദൈവം നമ്മെ സൃഷ്ടിച്ചപ്പോൾ, സ്തോത്രം, ദൈവം നമ്മെ സൃഷ്ടിച്ചപ്പോൾ നമ്മെ ദൈവം നമുക്ക് വേണ്ട ആ ഒരു എൻവയോൺമെന്റ്, പരിസ്ഥിതി തന്നത് ദൈവത്തിലാണ്. അതുകൊണ്ട് ഒരു മനുഷ്യൻ ദൈവത്തിൽ ചെന്ന് ചേരുവോളം അവൻ അസ്വസ്ഥനായിരിക്കും. ഈ ഭൂമിയിൽ വെച്ച് തന്നെ കർത്താവിനെ പ്രാപിച്ചാൽ നമ്മുടെ മനസ്സുകൾക്ക് ലഭിക്കുന്ന സ്വസ്ഥത അതിൻ്റെ ഭാഗിക നിവൃത്തിയാണ്. ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമുക്ക് ദൈവത്തിൽ ആശ്വാസവും സ്വസ്ഥതയും പ്രാപിക്കാം. പക്ഷെ അത് ഭാഗികമായ നിവൃത്തിയാണ്. Even when we are here on earth, when we are reconciled with God, we get a partial fulfillment of this contentment. Its consummation will be there when we literally reach God's presence. സ്തോത്രം. ഇപ്പോൾ തന്നെ നാം അതിൻ്റെ ഭാഗികത അനുഭവിക്കുന്നു. കർത്താവിൽ നാം സന്തുഷ്ടരായി കഴിയുന്നു. അപ്പോൾ ആ ഒരു തൃപ്തിയുടെ അനുഭവമാണ് നാം ഈ 7-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. അവർക്ക് വിശപ്പും ദാഹവും ഒന്നുമില്ല. കർത്താവിൻ്റെ സന്നിധാനത്തിങ്കൽ, സിംഹാസനത്തിന്റെ മുമ്പിൽ, അവന്റെ ആലയത്തിൽ നിത്യം ഇരുന്നു കൊണ്ട് അവന്റെ മുഖം കണ്ട് അവർ അവനെ ആരാധിക്കും. സ്തോത്രം. അവർ അവനെ ആരാധിക്കും. വിശക്കുകയും ദാഹിക്കുകയും ഒന്നുമില്ല എന്ന് നാം കാണുന്ന ആ ഭാഗം. സ്തോത്രം. അവിടെ പഴയ നിയമത്തിലൊക്കെ ആണെങ്കിൽ നമ്മളും ചിലപ്പോൾ പ്രാർത്ഥിക്കാറുണ്ട്. ശലോമോന്റെ ദേവാലയം പ്രതിഷ്ഠിച്ചപ്പോൾ പുരോഹിതന്മാർക്ക് ശുശ്രൂഷിപ്പാൻ കഴിയാത്തതുപോലെ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി, ശക്കീന ഇറങ്ങി. അതുപോലെ കർത്താവേ ഞങ്ങൾക്കും വേണം. അതുപോലെ നാം ഒന്ന് കൊതിച്ചാൽ തീർച്ചയായും ആ ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. സ്തോത്രം. പഴയ നിയമത്തിൽ അല്ലെങ്കിൽ എബ്രായ ഭാഷയിൽ പറയുന്ന വാക്കാണ് ഷെക്കീന. അത് നമ്മളൊക്കെ പ്രാർത്ഥനയിൽ പലപ്പോഴും ഉരുവിടാറുണ്ട്. സ്തോത്രം. ഗ്രീക്കിൽ അതിന് പറയുന്ന പേരാണ് സ്കൈനൂൺ. സ്കൈനൂൺ.
അപ്പോൾ എബ്രായ ഭാഷയിൽ, പഴയ നിയമ ഭാഷയിൽ ഷെക്കീന എന്നും പുതിയ നിയമ ഗ്രീക്ക് ഭാഷയിൽ സ്കൈനൂൺ എന്നും. എന്ന് പറഞ്ഞാൽ അതിനെയാണ് നമ്മൾ തേജസ് എന്നൊക്കെ പറയുന്നത്. അതിന്റെ അക്ഷരീകമായ അർത്ഥം കൂടാരമടിക്കുക എന്ന്. സ്തോത്രം. കൂടാരമടിക്കുക. To fix a tent. കൂടാരമടിക്കുക. സ്തോത്രം. അപ്പോൾ ദൈവം ആ സാന്നിധ്യത്തിൽ നാം ഒരുമിച്ച് ചേരുന്ന വളരെ സംതൃപ്തമായ ജീവിതത്തിന്റെ അനുഭവമാണത്. പ്രൈസ് ഗാഡ്. സ്തോത്രം. അപ്പൊ നമുക്ക് ലഭിക്കുന്ന സംതൃപ്തി മത്തായിയുടെ സുവിശേഷം 5:6 നമ്മൾ വായിച്ചിട്ടുണ്ട്. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. കാരണം അവർക്ക് തൃപ്തി വരും. അവർക്ക് തൃപ്തി വരും. ആ തൃപ്തിയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. യോഹന്നാൻ 4:14 ശമരിയക്കാരത്തിയോടെ കർത്താവ് പറഞ്ഞു, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കയില്ല. A spiritual contentment. സ്തോത്രം. കർത്താവിനെ പ്രാപിക്കുന്നത് വരെ ഭൂമിയിലും നാം മറ്റു പലതിനും വേണ്ടി നെട്ടോട്ടമോടും. People may be going from pillar to post because of the discontentment. But in reality, if a person receives Jesus, a person yields himself to the lordship of Jesus, he will remain so satisfied. അവന് വേറെ ഒന്നും വേണമെന്ന് തോന്നില്ല. സ്തോത്രം. അത് തന്നെയാണ് നാം യോഹന്നാൻ 6:35 വായിക്കുന്നത്, ജീവന്റെ അപ്പമായ ക്രിസ്തുവിനെ കുറിച്ച്. 7:37 നാം വായിക്കുന്നത്, സ്തോത്രം. ഈ വാക്യങ്ങളിലെല്ലാം നാം കാണുന്ന ഭാഗങ്ങൾ ആ ഒരു സ്പിരിച്വൽ കണ്ടെന്റ്മെന്റിനെ കുറിച്ചാണ്. സ്തോത്രം. അത് ഈ ഭൂമിയിൽ വെച്ച് തന്നെ നാം അനുഭവിക്കണം. ഇവിടെ കർത്താവിനെ കൊണ്ട് തൃപ്തരാകാത്തവരാരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. നമുക്ക് ആമീൻ പറയാൻ പ്രയാസം കാണുമായിരിക്കും. ഇവിടെ നമ്മൾ കർത്താവിനെ കൊണ്ട് തൃപ്തരല്ലെങ്കിൽ, ഈ വി ആർ നോട്ട് കണ്ടന്റ് ഇനഫ് വിത്ത് ദ ലോർഡ് ആൻഡ് ലോർഡ് അലോൺ ഓൺ ദിസ് എർത്ത്, വി cannot enter into God's eternal kingdom. അതുകൊണ്ട് ദൈവരാജ്യത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണ് നാമെങ്കിൽ ഇവിടെ വെച്ച് തന്നെ കർത്താവിൽ മാത്രം തൃപ്തി അടയുന്ന അനുഭവത്തിലേക്ക് എത്തണം. സ്തോത്രം. അല്ലാത്തവൻ അവിടെ ചെന്നാലും തൃപ്തനാകത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അവിടെ മൊബൈൽ ഫോണും ഇല്ല, ഇന്റർനെറ്റും ഇല്ല, ടിവിയും ഇല്ല, സ്പോർട്സ് ചാനലുകളും ഇല്ല, എന്റർടൈൻമെന്റ് ചാനലുകളും ഇല്ല, ഒന്നുമില്ല. അവിടെ കർത്താവല്ലാതെ വേറെ ഒന്നുമില്ല. സ്തോത്രം. എങ്ങനെ ഇരിക്കും അവിടെ? 1-2 ദിവസമാണോ? വിസിറ്റിങ്ങിന് പോയതല്ലല്ലോ, വിരുന്നു പോയതല്ലല്ലോ. നിത്യ യുഗങ്ങൾ നമുക്കവിടെ കഴിയണമെങ്കിൽ നാം ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഇത് ശീലിച്ചിരിക്കണം. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ. ഞാൻ ഈ പറയുന്നതിന്റെ ഗൗരവം മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവും. സ്തോത്രം. ഇവിടെ നമുക്ക് വേറെ ഒത്തിരി പരിപാടിയുണ്ട്. ചർച്ചുകളിൽ തന്നെ പ്രോഗ്രാമുകളല്ലേ, വെറൈറ്റീസ് ഓഫ് പ്രോഗ്രാം.
പക്ഷെ സ്വർഗത്തിൽ പോയാല് നോ വെറൈറ്റീസ്. സ്തോത്രം. അപ്പൊ ഇവിടെ അത് ആസ്വദിക്കാത്തവർക്ക് അവിടെ പോയാൽ ആസ്വദിക്കാൻ പറ്റൂ? ഇല്ല. അങ്ങനെയുള്ളവരെ കർത്താവ് കൊണ്ടുപോകുമോ? അതില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ ഗൗരവമായി നാം ഇത് ചിന്തിക്കണം. സ്തോത്രം. നമ്മള് എഴുന്നേറ്റ് ഒന്നു യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്നെന്നൊക്കെ പറഞ്ഞ് ചിരിച്ചോണ്ട് എന്നിട്ടൊരു അവസരം കിട്ടിയപ്പോ പോയി മുങ്ങി. അത് നമുക്കൊരാഘോഷമായിരുന്നു. ഈവൻ ബാപ്റ്റിസം ഈസ് ഓൾസോ എ സെലിബ്രേഷൻ ഫോർ us. സെലിബ്രേറ്റ് ചെയ്തോ, കുഴപ്പമില്ല. എന്നിട്ട് തിരുവത്താഴമൊക്കെ എടുക്കുന്നു. ആദ്യത്തെ തിരുവത്താഴമൊക്കെ എടുപ്പ് നമുക്ക് കത്തോലിക്കലയൊക്കെ ആദ്യ കുർബാന പോലെ ഭയങ്കര എക്സൈറ്റ്മെന്റാ, ഭയങ്കര ആവേശമൊക്കെ അതിന്. ആയിക്കോട്ടെ, ആത്മീയാവേശം തെറ്റല്ല. ഇത്രയൊക്കെ ആയാൽ നമുക്ക് അങ്ങ് പോകാമെന്ന് കരുതിയ പൊതുവെ നമ്മൾ ഇരിക്കുന്നത്. അത് പറ്റില്ലെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ അടുത്ത കഴിഞ്ഞ 2-3 ചില ആഴ്ചകളായി ദൈവാത്മാവ് എന്നെ വളരെ ശക്തിയോടെ ഹേമിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. സ്തോത്രം. വീണ്ടും നാം കാണുന്നത്, സ്തോത്രം, അവിടെ അവരനുഭവിക്കുന്നത് എന്താണ്? സിംഹാസനത്തിന്റെ മധ്യേയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. എ കോൺട്രഡിക്റ്റിംഗ് സ്റ്റേറ്റ്മെന്റ്. A lamb leading a people to green pastures or very peacefulness. സ്വസ്ഥതയുള്ള അനുഭവത്തിലേക്ക് ഒരു കുഞ്ഞാട് നമ്മെ നയിക്കുമെന്നോ? ഇടയനല്ലേ നയിക്കേണ്ടത്? നമുക്കറിയാം, ഇവിടെ പറയുന്ന കുഞ്ഞാട് മാത്രമല്ല, അവൻ ഇടയനും കൂടെയാണ്. സ്തോത്രം. അറിവില്ലാത്തവർക്ക് ഇതൊരു കോൺട്രഡിക്റ്റിംഗ് സ്റ്റേറ്റ്മെന്റായി, ഇതൊരു ഒരു വൈരുദ്ധ്യാത്മകമായ പ്രസ്താവനയായി തോന്നാം. കുഞ്ഞാട് മേയിക്കുകയോ? കുഞ്ഞാടിനെ അല്ലേ മേയിക്കേണ്ടത്? ഇവിടെ കുഞ്ഞാട് എങ്ങനെയാ മേയിക്കുന്നത്? യേശുക്രിസ്തുവിന്റെ പല പേരുകളിൽ ഒന്നാണ് കുഞ്ഞാടെന്ന് നമുക്കറിയാം. ഏതാണ്ട് 29ഓളം പ്രാവശ്യം യോഹന്നാൻ യേശുവിനെ കുഞ്ഞാട് എന്ന് സംബോധന ചെയ്യുന്നുണ്ട്. പത്രോസും ഇന്നലെ നമ്മൾ വായിച്ചു, 1 പത്രോസ് 2:18-19 നിന്ന് യേശുവിനെ കുഞ്ഞാടെന്ന് വിളിക്കുന്നുണ്ട്. പൗലോസും യേശുവിനെ പെസഹ കുഞ്ഞാടെന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ വിളിക്കുന്നുണ്ട്. എന്നാൽ യോഹന്നാനാണ് ഏറ്റവും അധികം യേശുവിനെ കുഞ്ഞാടെന്ന് വിളിച്ചിരിക്കുന്നത്, ഏതാണ്ട് 29ഓളം തവണ. സ്തോത്രം. കുഞ്ഞാട് അവരെ മേയിക്കും എന്ന് വെച്ചാൽ യേശു ക്രിസ്തു അവരെ മേയിക്കും. നാം ഈ ഇടയന്റെ കയ്യിലെ ആടുകളാണ്. നമുക്ക് വളരെ പരിചിതമായ ഭാഗമാണ് സങ്കീർത്തനങ്ങളുടെ റാണി, ക്വീൻ ഓഫ് ദ സാംസ് 23. ആ വാക്യം, ആ അധ്യായം, ആ സങ്കീർത്തനം മുഴുവനും നമുക്കറിയാം. ആടും ഇടയനും തമ്മിലുള്ള, യഹോവയും തൻ്റെ ജനവും തമ്മിലുള്ള ബന്ധത്തെയാണ് ചിത്രീകരിക്കുന്നത്. അതിവിടെ അക്ഷരികമായി നിറവേറുന്നു. 80-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യത്തിലും, സാംസ് 80 and verse 1,
ആട്ടിൻകൂട്ടത്തെ പോലെ. സ്തോത്രം. അപ്പൊ പഴയ നിയമത്തിൽ ഉൽപ്പത്തി മുതലേ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ദൈവത്തെ ഇടയനോടും ദൈവത്തിന്റെ ജനത്തെ ആടുകളോടും ഉപമിക്കുന്നതായിട്ട്. സ്തോത്രം. അതിന്റെ അക്ഷരീയ പൂർത്തീകരണമാണ് നാം ഇവിടെ കാണുന്നത്. യെശയ്യാ 40:11. സ്തോത്രം. ഐശയ്യാ 40:11. എസെക്കിയേൽ 34:23. 34:23. 37:24. 37:24. യെഹെസ്കേൽ തന്നെ. ഇവിടങ്ങളിലെല്ലാം നാം കാണുന്നത് ദൈവത്തെ ഇടയൻ എന്ന് ചിത്രീകരിക്കുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ 10-ാം അധ്യായം യേശു തന്നെ തന്നെ ആടുകളുടെ ഇടയനായിട്ട് ചിത്രീകരിക്കുന്നു. പ്രത്യേകിച്ച് നാം അവിടെ കാണുന്നത് 11 John 10:11, 12, 14. ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് ക്രൈസ്റ്റ് ഈസ് ദ ഗുഡ് ഷെപ്പേർഡ്. നല്ല ഇടയൻ. നല്ല ഇടയൻ എന്ന് പറഞ്ഞാൽ സോ ഹാൻസം, നോ, സുന്ദരൻ, വെളുത്തിരിക്കുന്നവൻ അല്ലെന്ന് നമുക്കറിയാമല്ലോ. നല്ല ഇടയന്റെ പ്രത്യേകത എന്താ? വാട്ട് ഈസ് ദ ഐഡന്റിറ്റി? വാട്ട് ഈസ് ദ മാർക്ക്, ദ സൈൻ ഓഫ് ഗുഡ് ഷെപ്പേർഡ്? ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കും. Praise God. Yeah, he gives his life for his sheep. സ്തോത്രം. തന്റെ ആടുകൾക്കായി തന്റെ ജീവനെ കൊടുക്കുന്നവൻ. സ്തോത്രം. എബ്രായ ലേഖനകർത്താവ് ഈ ഇടയനെ വിളിക്കുന്നത് ആടുകളുടെ വലിയ ഇടയൻ എന്നാണ്. സ്തോത്രം. Hebrews 13:20. The great shepherd of the sheep. പത്രോസ് വിളിക്കുന്നത് 1 Peter 5:4 ചീഫ് ഷെപ്പേർഡ്, ശ്രേഷ്ഠ ഇടയൻ, ഇടയ ശ്രേഷ്ഠൻ വെളിപ്പെടുമ്പോൾ. സ്തോത്രം. ഇപ്പൊ നല്ല ഇടയൻ, വലിയ ഇടയൻ, ശ്രേഷ്ഠ ഇടയൻ എന്നൊക്കെ നാം യേശുവിനെ കാണുന്നുണ്ട്. സ്തോത്രം. അതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് പുസ്തകങ്ങളിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കിയതാണ്. ഈ യഹൂദ്യ മരുഭൂമി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യഹൂദന്മാരുടെ നാട്, പലസ്തീൻ നാട്, ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായ ഭൂപ്രകൃതിയുള്ള സ്ഥലമായിരുന്നു. സ്തോത്രം. വളരെ അപകട ഭീഷണി നിലനിന്നിരുന്ന ഒരു രാജ്യമായിരുന്നു. ഒരു വശത്ത് വലിയ കൊക്കയാണ്, കിഴുക്കാൻ തൂക്കായ മലകളാണ്. സ്തോത്രം. മലഞ്ചെരുവുകൾ. മറുവശത്ത് ഭീകരമായ വനങ്ങളാണ്. സോ വൺ സൈഡ് thick forest and the other side was so steep valleys. ഒത്തിരി കുത്തനെയുള്ള മലഞ്ചെരിവുകളാണ്. ഇതുവഴി വേണമായിരുന്നു, ഈ യഹൂദിയ പീഠഭൂമിയിലൂടെ വേണമായിരുന്നു ആടുകളെ ഇടയന്മാർക്ക് മേയിക്കുവാൻ. വളരെ അപകടമാണ്, വളരെ ജാഗ്രത വേണം. ആടുകളും വീണാൽ ഒരുപക്ഷെ അവയെ രക്ഷിപ്പാൻ കഴിയില്ല. അതുകൊണ്ട് അവിടെയുള്ള ഇടയന്മാർ വളരെ സൂക്ഷ്മത്തോടെയാണ് കഴിയുമായിരുന്നത്. അതുപോലെ തന്നെ ഈ വനത്തിൽ നിന്ന് വന്യമൃഗങ്ങൾ വന്ന് ഇവയെ ആക്രമിക്കാം, വൈൽഡ് ബീസ് ഇവയെ ആക്രമിക്കാം. ഈ രണ്ട് അപകടങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കിഴുക്കാൻ തൂക്കായ ഈ സ്ഥലങ്ങളിലൂടെ ആടുകളെ കൊണ്ടുപോകുന്നത് ഇടയന് പോലും ജീവന് അപകടം സംഭവിക്കാവുന്ന അവസ്ഥയാണ്. എന്നാൽ ഒരു നല്ല ഇടയൻ എന്ത് ചെയ്യുമായിരുന്നു? ആ ഇടയന് ജീവനുള്ളിടത്തോളം കാലം തൻ്റെ ഒരാടിനെ പോലും കാട്ടുമൃഗം വേട്ടയാടാനും അനുവദിക്കത്തില്ല. തനിക്ക് ജീവനുള്ളിടത്തോളം കാലം
തൻ്റെ ആടുകളിൽ ഒന്ന് ഈ കുഴിയിൽ വീണുപോകാനും അനുവദിക്കത്തില്ല. ആ ആടിനെ രക്ഷിക്കുന്നതിൽ തൻ്റെ ജീവൻ കൊടുക്കേണ്ടി വന്നാലും താൻ അതിന് തയ്യാറായിരുന്നു. സ്തോത്രം. ആ ഒരു പശ്ചാത്തലത്തിലാണ് യേശു തൻ്റെ കേൾവിക്കാരോട് പറഞ്ഞത്, ഐ ആം ദ ഗുഡ് ഷെപ്പേർഡ് ഹു ഗീവ്സ് ഹിസ് ലൈഫ് ഫോർ ഹിസ് ഷീപ്പ്. തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന നല്ല ഇടയൻ ഞാനാണെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അതിൻ്റെ അക്ഷരികമായ നിവൃത്തി നമുക്ക് കർത്താവിന്റെ രാജ്യത്തിൽ കാണുവാൻ കഴിയുന്നതാണ് ഇവിടെ നാം ഇപ്പോൾ കാണുന്നത്. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? 7-ാം അധ്യായം നമ്മളിവിടെ ഉപസംഹരിക്കുകയാണ്. കർത്താവിന്റെ വരവ് താമസിച്ചാൽ അടുത്തത് 8-ാം അധ്യായത്തിലേക്കായിരിക്കും. അപ്പൊ 7-ാം അധ്യായത്തിൽ ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. സ്തോത്രം. ഒന്നുമില്ല എങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്ന നിത്യ സൗഭാഗ്യകരമായ അവസ്ഥയെക്കുറിച്ച് ഓർത്ത് അതിനായി നമ്മെ തന്നെ നമുക്കൊരുക്കാം. ഈ ഭൂമിയിൽ വെച്ച് തന്നെ ദൈവം നമ്മുടെ പരമാനന്ദമായി തീരട്ടെ. ലെറ്റ് ഗാഡ് ബി അവർ അറ്റ്മോസ്റ്റ് ജോയ് even while we are living on earth. Let's have this idea that I am for God, rather God is for me. ഞാൻ സ്തോത്രം ഞാൻ ദൈവത്തിനായിട്ടുള്ളവൾ എന്ന ചിന്ത നമ്മെ ഭരിക്കട്ടെ. ദൈവം എനിക്ക് എൻ്റെ കാര്യങ്ങൾ നടത്തി തരാൻ എന്ന ചിന്ത നമുക്ക് വിട്ടുകളയാം. Praise God. സ്തോത്രം. Let's long for the Lord and Him alone. ദൈവത്തെ തന്നെ നമുക്ക് ആഗ്രഹിക്കാം, വേറെ ഒന്നും നാം ആഗ്രഹിക്കാതിരിക്കുക. Let's be content with God and Him alone. ദൈവത്തിൽ മാത്രം നാം തൃപ്തരായി തീരുക. Let's always be fearful of losing the presence of God. ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകാം എന്ന ഭയം നമ്മെ എപ്പോഴും ഭരിക്കട്ടെ. Let's be full of fear of grieving our loving Father, wrecking His loving heart. നമ്മുടെ സ്നേഹപിതാവിന്റെ സ്നേഹഹൃദയത്തെ ഉടച്ചു കളയുന്ന ഒരു ഭയം നമ്മെ ഭരിക്കട്ടെ. സ്തോത്രം. നമുക്ക് കർത്താവിന്റെ അക്ഷരീക സാന്നിധ്യത്തിൽ എത്തിച്ചേർന്ന് പ്രൈസ് ഗോഡ് വേറെ ഒന്നും വേണ്ടാത്ത ദൈവത്തിൽ മാത്രം പൂർണ്ണ തൃപ്തരായിത്തീരുന്ന ആ പ്രത്യേക അനുഭവത്തിനായി ഈ നല്ല ഇടയന്റെ കൈക്കലെ ആടുകളായിരിക്കാം. നമുക്കതിനായി സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം.